21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ US പ്രതിനിധി സംഘം മടങ്ങിയത് നിരാശയോടെയാണെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടം കൂടിയായിരുന്നു. ഈ ചർച്ചകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ഇറാന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു എന്നതാണ് ഇറാന്റെ പ്രധാന വാദം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നത് പോലെ ഇറാൻ വെറുതെ വാശി പിടിക്കുകയല്ല ചെയ്തത്, മറിച്ച് അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും അത് വികസിപ്പിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്നും ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഭാവിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് നൽകണമെന്ന അമേരിക്കയുടെ ശാഠ്യം ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പൂർണ്ണമായും അടിയറവ് വെപ്പിക്കാനുള്ള നീക്കമായാണ് ഇറാൻ അധികൃതർ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ ഇറാന്റെ പല ആണവ നിലയങ്ങളും തകർക്കപ്പെട്ട സാഹചര്യത്തിലും പുതിയ കരാറുകളിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ചട്ടക്കൂട് ഇറാന്റെ ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട തർക്കമാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയതെന്നത് മറ്റൊരു പ്രധാന ഘടകമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന പാതകളിൽ ഒന്നായ ഹോർമുസിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം ഇറാന്റെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഈ പാതയിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന ഇറാന്റെ തീരുമാനം തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാനുള്ള അവകാശമായിട്ടാണ് അവർ കാണുന്നത്. ചരക്കു കപ്പലുകൾക്ക് മാത്രം അനുമതി നൽകിക്കൊണ്ട് മേഖലയിൽ വിദേശ സൈനിക സാന്നിധ്യം ഒഴിവാക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പാതയിലെ മൈനുകൾ നീക്കം ചെയ്യുന്നു എന്ന പേരിൽ അമേരിക്കൻ നാവികസേന നടത്തുന്ന ഇടപെടലുകളെ ഇറാൻ തങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കാണുന്നത്. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ സമാധാന അന്തരീക്ഷത്തെ വലിയ രീതിയിൽ തകർത്തു. ഇറാനെ സൈനികമായി തകർത്തു കഴിഞ്ഞു എന്നും ഇറാന്റെ നേതാക്കളെ ഇല്ലാതാക്കിയെന്നും ട്രംപ് അവകാശപ്പെടുമ്പോൾ അത് ചർച്ചകളിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഒരു വശത്ത് സമാധാനം പറയുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പിനെയാണ് ഇറാൻ പ്രതിരോധിച്ചത്. തങ്ങൾ തകർക്കപ്പെട്ടിട്ടില്ലെന്നും ഇനിയും പോരാടാൻ കരുത്തുണ്ടെന്നുമാണ് ചർച്ചകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലൂടെ ഇറാൻ ലോകത്തോട് പറഞ്ഞത്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ നിലവിലുണ്ടായിരുന്ന 2 ആഴ്ചത്തെ വെടിനിർത്തലും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിന്റെ നിഴലിലേക്ക് മാറ്റുന്നുമുണ്ട്. അമേരിക്ക നൽകിയ അവസാന ഓഫർ ഇറാന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നതായിരുന്നില്ല. സ്വന്തം സുരക്ഷയും ആണവ അവകാശങ്ങളും പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിനും ഇറാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് ഈ 21 മണിക്കൂർ ചർച്ചയുടെ അവസാനം അവർ നൽകിയത്. അമേരിക്കയുടെ ഏകപക്ഷീയമായ നിബന്ധനകൾക്ക് വഴങ്ങുന്നതിനേക്കാൾ തങ്ങളുടെ നയങ്ങളിൽ ഉറച്ചുനിന്ന് പ്രതിസന്ധികളെ നേരിടാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ ലക്ഷ്യം കാണാതെ പോയത് അമേരിക്കയുടെ അമിത അധികാര മനോഭാവം കൊണ്ടാണെന്നതാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ നിലപാട്. ഇതിലൂടെ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാതെ കൂടുതൽ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.